ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്, ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും, അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെ ഉണ്ട്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു, ഏത് കോൺഗ്രസ് ഹിന്ദു? ഇങ്ങേരെന്താ ഈ പറയണേ? മുസ്ലിം രാഷ്ട്രമാവോ? ആർക്കും ഇന്ത്യ എന്ന മഹാരാജ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പതിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ എല്ലാവരും നല്ല രീതിയിലും ജീവിച്ചു പോകുന്നുണ്ട്. ഈ മറ്റുള്ള മതങ്ങളൊക്കെ കാരണമാണ് മതത്തിൻ്റെ പേരിലും തമ്മിൽ തെല്ലുന്ന കുറച്ച് നാരികളുണ്ടെങ്കിലും എല്ലാ മതങ്ങളെയും എല്ലാ രീതികളെയും അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. മതങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന, ജാതിയെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. ചില നാടുകളൊക്കെ അങ്ങനെ ഉള്ളൂ. അവരാണ് ഹിന്ദുവിൻ്റെ രാജ്യമാണ്, ഇസ്ലാമിൻ്റെ രാജ്യമാണ്, മറ്റാണ് ഇപ്പോൾ തന്നെ പോലുള്ളവരൊക്കെ മൈക്ക് കിടന്ന് പ്രസംഗിക്കാൻ. APJ അബ്ദുൽ കലാമിനെ അറിയൂ? അദ്ദേഹം രാഷ്ട്രപിതാവായി, മുസ്ലിമായിരുന്നു. വല്ലതും സംഭവിച്ചോടെ? ചുമ്മാ കിടന്ന് ഓരോ എണ്ണങ്ങളും മാറിക്കോളും, വർഗീയത പറയും. ഇവിടെ ആർക്കും മുസ്ലിം രാഷ്ട്രമൊന്നുമല്ല, ഹിന്ദു രാഷ്ട്രമല്ല, ക്രിസ്ത്യൻ്റെ രാജ്യമല്ല, ആരും ആക്കുന്നുമില്ല. ചില നാടുകളൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളുടെ ഭരണമാണ്, ഇതിൻ്റെ ഭരണമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും അല്ല. ഇവിടെ നല്ല ക്വാളിറ്റി അനുസരിച്ചാണ് എന്തിനെടുക്കാൻ പറ്റും, അതായത് ഭരിക്കണമെങ്കിൽ. ഇപ്പോൾ രാജഭരണമില്ല, ജനാധിപത്യമാണ്. ഇപ്പോൾ രാഷ്ട്രപതി ആയിക്കോട്ടെ, ഒരു നേതാവായിക്കോട്ടെ, അത് ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല തിരഞ്ഞെടുക്കണ്ടേ. കുറേ മുസ്ലിം രാഷ്ട്രമാകും, മുസ്ലിം രാഷ്ട്രം ഒന്നും ആവുന്നില്ല.